ഡിയർ ഫ്രണ്ട്സ്, വളരെ പ്രയോജനപ്രദമായും മൂല്യവത്തായും ഒരു പകൽ സമയം ചിലവഴിക്കാൻ പറ്റിയൊരിടം കോട്ടയത്ത്. അതെ, കടുത്തുരുത്തിയിലെ മാംഗോ മെഡോസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സകുടുംബമാണ് യാത്ര. കുറേ നാളുകൾക്ക് ശേഷമാണ് വിച്ചുവും വിനുവും ഒരുമിച്ച് വീട്ടിലുണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കുമായി ഒന്ന് പുറത്തു പോകാമെന്ന് കരുതി അങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. സമയം വളരെ കുറച്ചേ ഉള്ളൂ താനും. കോട്ടയത്തു നിന്ന് നീണ്ടൂർ കല്ലറ റോഡ് വഴി വരുന്നതാണ് എളുപ്പം. ഒരു പകൽ ഇവിടെ ചിലവഴിച്ചാൽ ഒരു സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണേണ്ടതായ, അറിയേണ്ടതായ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ മുഴുവൻ തലങ്ങളും നമുക്കിവിടെ കണ്ട് അനുഭവിച്ചറിയാൻ പറ്റും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഗ്രാമം, പച്ചപ്പ്, മരങ്ങൾ, കൃഷി, ഇതിലൊക്കെ താല്പര്യമുള്ളവരേ ഇങ്ങോട്ട് പോരാവുള്ളൂ. അവിടെ സന്ദർശകർക്കായി പ്രത്യേക നോട്ടീസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, ഇതൊരു വാട്ടർ തീം പാർക്കല്ല, ഒരു അഗ്രികൾച്ചറൽ തീം പാർക്കാണ് എന്ന്. ഗേറ്റ് കടന്നാൽ ഉടൻ തന്നെ ഇടതുഭാഗത്തായി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന് സൗകര്യമുണ്ട്. വലതുഭാഗത്താണ് ടിക്കറ്റ് കൗണ്ടർ. പെർ ഹെഡ് 400 റുപ്പീസാണ് സാറ്റർഡേ സൺഡേസിൽ. അതല്ലാത്ത ദിവസങ്ങളിൽ 350 ആണ് ചാർജ് ചെയ്യുന്നത്. ഇതൊരു പാക്കേജാണ്. ഇതുപോലത്തെ വാഹനങ്ങളുണ്ട് നമുക്ക് എല്ലായിടവും കൊണ്ടു നടന്ന് കാണിക്കാൻ. അതല്ലെങ്കിൽ നമുക്ക് നടന്നു പോയും കാണാം. ഗൈഡുകളുടെ സേവനമുണ്ട്. അവർ നമുക്ക് മരങ്ങളെപ്പറ്റിയും എല്ലാ കാര്യങ്ങളെപ്പറ്റിയും ഒരു ഏകദേശ ധാരണ നമുക്ക് തരും. 30ഓളം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു ഈ പ്രദേശം. കുട്ടികളെ ആകർഷിക്കുന്നതിനായി ധാരാളം കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുതിർന്നവർക്കും ഫാമിലിക്കുമൊക്കെയായി ഏറുമാടങ്ങൾ, ഹോം സ്റ്റേ, കോട്ടേജ്, ഇങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. ഇവിടെ വന്ന് സ്റ്റേ ചെയ്തും നമുക്കിത് ആസ്വദിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇവിടുത്തെ മരങ്ങളാണ്. ലോകത്തെവിടെയുമുള്ള എല്ലാ മരങ്ങളും ഇവിടെയുണ്ട്. അതിൻ്റെ എല്ലാം പേര് ഇംഗ്ലീഷിലും മലയാളത്തിലും അതുപോലെ ശാസ്ത്രനാമം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സമയമെടുത്ത് നടന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ സസ്യങ്ങൾ, പച്ചക്കറികൾ, അങ്ങനെ ഇതിനകത്ത് ഇല്ലാത്തതായി യാതൊന്നുമില്ല. വിനോദ ഉപാധികളായി പല കാര്യങ്ങൾ നോക്കൂ. ഇതുപോലെ പാലം, വെള്ളം, അതുപോലെ ബോട്ടിങ്, അതൊക്കെയുണ്ട്. പക്ഷേ ബോട്ടിങ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾക്കൊക്കെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. റെസ്റ്റോറൻറ്റ്, പഴയ മാതിരിയുള്ള ചായക്കടകൾ ഒക്കെ ഇതിനുള്ളിലുണ്ട്. ഏറ്റവും ശുചിയായും വൃത്തിയായും സംരക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മരങ്ങൾ, ചെടികൾ, ഇതിൻ്റെയൊക്കെ പേര് മാത്രമല്ല, ഓരോ രാജ്യങ്ങളിലും അതിൻ്റെ ഓരോ പ്രാധാന്യം, എങ്ങനെയാണ് ആ പേര് വന്നത്, അതുപോലെ ഇനി അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും കവിത ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ അവിടെ ചെറിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാധവിക്കുട്ടിയുടെ ഒരു നീർമാതളമുണ്ട്. അപ്പോൾ മാധവിക്കുട്ടിയുടെ നീർമാതളവുമായുള്ള അതിൻ്റെ ബന്ധം, അങ്ങനെ നമുക്ക് നിന്ന് കണ്ട് മനസ്സിലാക്കി ഒരുപാട് സമയമെടുത്തും കാണാനുള്ള ഓരോ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. അതായത് ഒരു ഗ്രാമം മുഴുവനായും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ബോട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെ മറ്റൊന്ന് റോപ്പ് വേ ഒക്കെ. നമ്മൾക്ക് ആദ്യമേ ഒരു ഗൈഡൻസിന് ആൾക്കാർ വരുന്നു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് സമയമെടുത്തൊക്കെ നമുക്ക് ചെയ്യാം. ചില കാര്യങ്ങളൊക്കെ അരമണിക്കൂർ വരെ ഫ്രീ ആയിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് കുട്ടവഞ്ചി. ഇതും നമുക്ക് ഉപയോഗിക്കാം. 400 രൂപ പാക്കേജിൽ വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ആദ്യത്തെ അരമണിക്കൂർ നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ ഉപയോഗിക്കാം. അവർ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ലൈഫ് ജാക്കറ്റൊക്കെ തരും. അങ്ങനെ വിനുവും അച്ഛനും അതിലൊരു സവാരി നടത്തി. ആദ്യം ഒരു കൺഫ്യൂഷനായിരുന്നു, രണ്ടുപേരും ഓപ്പോസിറ്റ് സൈഡിലേക്ക് എങ്ങടാ തുഴയുന്നതെന്ന്. അത് കഴിഞ്ഞിട്ട് അവരൊരു തീരുമാനത്തിലെത്തി, ഒരു സൈഡിലേക്ക് തുഴഞ്ഞു. അങ്ങനെ മുന്നോട്ടേക്ക് പോയി. വിച്ചു കയറിയില്ല, വെറുതെ നോക്കി നിന്നതേ ഉള്ളൂ. ഞാൻ പിന്നെ പണ്ടും ഇങ്ങനെയൊന്നും ചെയ്യാറില്ല, എല്ലാം കണ്ട് ആസ്വദിക്കാറേ ഉള്ളൂ. എന്തെല്ലാം ഇനത്തിലുള്ള മരങ്ങളാണെന്നോ. പ്രകൃതി സ്നേഹികളായിട്ടുള്ള, മരങ്ങളെ സ്നേഹിക്കുന്ന, ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്നാൽ തിരിച്ചു പോകാനേ തോന്നില്ല. അതുപോലെ വിവിധ തരത്തിലുള്ള, നമ്മൾ കേട്ടിട്ട് പോലുമില്ലാത്ത ഒരുപാട് മരങ്ങളും ചെടികളുമാണ് ഇവിടെ ഉള്ളത്. ഇനിതാ മറ്റൊരു പ്രകൃതി സുന്ദരമായ കാഴ്ച. ഇവിടെ നമുക്ക് വഞ്ചിയിൽ പോവാം. അതുപോലെ തന്നെ പുഴമീൻ പിടിക്കാം. പിന്നെ കാണുന്ന പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ കയറി നിന്നാൽ പക്ഷി നിരീക്ഷണം സാധ്യമാകും. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥലമാണ് ഇത്. കുറച്ചിടയിൽ നെൽകൃഷിയുണ്ട്. പിന്നെ വ്യത്യസ്തമായ മറ്റൊരു ഏറുമാടം.
അങ്ങനെ കുറേയേറെ നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് ആസ്വദിച്ച് വരുമ്പോൾ അവിടെ കുറച്ച് നേരം ഇരുന്ന് നമുക്ക് സംഗീതം ആസ്വദിക്കാനും മാർഗമുണ്ട്. നല്ല പുല്ലാങ്കുഴൽ വായനയാണ്. കുറച്ച് നേരം ഞങ്ങളവിടെ ഇരുന്ന് അതും കേട്ടു. സന്ദർശകർക്ക് ആസ്വാദ്യമാകത്തക്ക വിധത്തിൽ ഒരുപാട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശില്പങ്ങളും ഒക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ രസമാണ്. അതിലെ ആ ഒരു തണുത്ത കാറ്റൊക്കെ ഉണ്ട്. അതേപോലെ തണലില്ലേ, മരങ്ങൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ അതിലിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കണ്ടും കേട്ടൊക്കെ നടന്നു പോകാൻ നല്ല രസമാണ്. കണ്ടോ എന്തെല്ലാം തരത്തിലുള്ള ചെറിയ സസ്യങ്ങളുണ്ടെന്നറിയാമോ. അതുപോലെ പച്ചക്കറികൾ, വെജിറ്റബിൾസ് ഇഷ്ടം പോലെയുണ്ട്. ഓരോന്നും ഓരോരോ പേരുകൾ എങ്ങനെയാണ് വന്നതെന്നുണ്ട്. ഇതാ നോക്കൂ, നമ്മൾ ആലപ്പുഴ മേഖലകളിലൊക്കെ കാണുന്ന കയറ് പിരിക്കൽ, അതും നമുക്ക് കാണാം. കുട്ടികൾക്കൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് അതൊക്കെ വലിയ താല്പര്യത്തോടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ നോക്കൂ, പാത്ര നിർമ്മാണം, ചെറിയ കളിമൺ പാത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് അതും കാണിച്ചു തരും നമുക്ക്. ജീവിതം ഒരുപാട് യാന്ത്രികമായിരിക്കുന്ന ഇന്നത്തെ കാലത്ത് സ്വയം സൃഷ്ടിക്കുന്ന ഒരുപാട് തിരക്കുകളിൽപ്പെട്ട് കഷ്ടപ്പെട്ട് നമ്മൾ മുമ്പോട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രാമീണമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പൈതൃകമായിട്ടുള്ള സംഗതികളൊക്കെ നമ്മൾ മറന്നു പോയിരിക്കുന്നു, അല്ലെങ്കിൽ അറിയാതെ പോയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ നോക്കൂ, ഇഷ്ടം പോലെ ഇനി അങ്ങോട്ട് മുഴുവൻ പക്ഷികളും മൃഗങ്ങളും ഒക്കെയാണ്. ധാരാളം വിവിധ ഇനത്തിലുള്ള കോഴികൾ, അതുപോലെ നായകൾ, പിന്നെന്താ വലിയ വലിയ യമു പോലെയുള്ള പക്ഷികൾ, പശുക്കൾ, ഇങ്ങനെ എല്ലാം ഇവിടെ യമു എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒരു പ്രദേശത്ത് നമുക്കൊരു പകൽ കൊണ്ട് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. പശുത്തൊഴുത്തിൻ്റെ അതിലെ ഗോ കാർട്ടിങ്ങിൻ്റെ ഒരു വിഭാഗമാണ്. ആൺകുട്ടികൾക്കൊക്കെ ഏത് പ്രായത്തിലും ഗോ കാർട്ടിങ് വലിയ ഇഷ്ടമാണല്ലോ. ഇവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അവർ അങ്ങനെ അത് ഓടിച്ചു നടന്നു. അപ്പോൾ ഇന്നലെയോ മറ്റോ ഉണ്ടായ ഒരു പശുക്കിടാവാണത്. അപ്പോൾ അതിനെ ഇങ്ങനെ ഓമനിച്ചു. അതൊക്കെ ഒരു നല്ല ഓർമ്മയാണ്. അങ്ങനെ ഒരുപാടുണ്ട്, എല്ലാമുണ്ട്. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട്. ഇത് ഈ തരത്തിൽ ഒരുക്കുന്നതും സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഒരു കരങ്ങൾ, മനസ്സ്, ഇതൊക്കെ ഒരുപാട് നമ്മളവരെ നമിക്കേണ്ടതാണ്. കാരണം ഒത്തിരി ശ്രദ്ധ വേണം, ഒരുപാട് സാമ്പത്തികം വേണം ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിന്. വിച്ചു ഗോ കാർട്ടിങ്ങിലാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബൈബിൾ സ്റ്റാച്യു ആണ്. കണ്ടോ, ഒരു ബൈബിൾ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നു, എഴുതിയിട്ടുണ്ട് വചനങ്ങളൊക്കെ, നമുക്കത് വായിക്കാം. പിന്നെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു ATM കൗണ്ടറാണ് അത്. തുറക്കുമ്പോൾ ഒന്ന് പേടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് വെറുതെ കയറി നോക്കിയതാണ്. അപ്പോൾ അവിടെ മായാവി, കുട്ടൂസൻ, ഡാഗിനി കുടുംബക്കാരെല്ലാവരും ഉണ്ട്. പിന്നെ ഒരുപാട് ശബ്ദ കോലാഹലവും ഒക്കെ രസമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. നോക്കൂ എന്ത് ഭംഗിയാണ് അക്വേറിയം. ഇത് ഏദൻ തോട്ടം. അവിടെ മുഴുവൻ പഴവർഗ്ഗങ്ങളുടെ ഒരു ചെറിയ തോട്ടമാണത്. ഇതൊരു കോട്ടേജാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നല്ല ഭംഗിയല്ലേ, കല്ലുകൊണ്ട് നിർമ്മിച്ചത്. ഇത് കുട്ടികളുടെ ഏരിയയാണ്. അവർക്ക് കളിക്കുന്നതിനായി ധാരാളം കാര്യങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ കുറച്ചുകൂടെ മുതിർന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം. ആർച്ചറി, അമ്പെയ്ത്ത്, അതുപോലെ ഷൂട്ടിംഗ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഏരിയ ആയിരുന്നു. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ രണ്ടുപേരും ഡിസ്ട്രിക്ട് ലെവൽ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പൊക്കെ കഴിഞ്ഞതാണ്. ഇതൊരു ഓർമ്മ പുതുക്കലും കൂടെയായി. ഞാനും ഒന്ന് ട്രൈ ചെയ്തു, പക്ഷെ പ്രത്യേകിച്ച് അവിടെയൊന്നും സംഭവിച്ചില്ല. കുറച്ച് ഇപ്പുറത്ത് മാറി ഒരു ചെറിയ വാട്ടർഫോൾസ്, അവിടെ ഒരു പരശുരാമൻ്റെ ഒരു പ്രതിമയുണ്ട്. അത് കഴിഞ്ഞാൽ വളരെ ആകർഷണമായി തോന്നിയത് മീനൂട്ട്, അമ്പലക്കുളങ്ങളെ പോലെ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് മീനുകൾക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ അവിടെ വെച്ച് ധാരാളം മീനുകളുണ്ട്. ഒരു കറുത്ത ഇനം മീനാണ്, മൂഷിന്നോ മറ്റാണ് പേരെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു കാവാണ്.
വള്ളിപ്പടർപ്പുകളും അതുപോലെ ചെറിയ കൽവിളക്കും ഒക്കെയായി വളരെ സുന്ദരമായ രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത്. എല്ലാം ഗ്രാമീണ കാഴ്ചകളാണ്. നോക്കൂ, പാടശേഖരത്തിലൊക്കെ വെള്ളം അടിച്ചു കയറ്റുന്ന ചക്രം. ഇടയ്ക്കൊക്കെ ഇരുന്ന് വിശ്രമിക്കുവാൻ ചെറിയ ചെറിയ കൂടാരങ്ങളുണ്ട്. പിന്നെ എന്താ, ചായ കുടിക്കാൻ സമോവറുണ്ട്. ധാരാളം റെസ്റ്റോറൻറ്റുകളുണ്ട്. ഞങ്ങളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു. അങ്ങനെ കണ്ണിലും മനസ്സിലും കാഴ്ചകളുടെ വസന്തം നിറച്ച് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങളവിടെ നിന്ന് മടങ്ങി. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.